അതാണ് പ്രാഥമികമായി അങ്ങേക്ക് പറയാനുള്ളത്. സി രഘുനാഥിലേക്ക് പോവുകയാണ്. സി രഘുനാഥ് കണ്ണൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, BJP ദേശീയ സമിതി അംഗമാണ്. സി രഘുനാഥ്, അങ്ങയുടെ തന്നെ മണ്ഡലത്തിലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP വൻതോതിൽ അവിടെ വോട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 50,000-ൽ പരം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ. തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ BJP 50,000 വോട്ടിൽ കൂടുതൽ 50,000 വോട്ടൊക്കെ നേടി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ വാർത്തയല്ലാതായി മാറാം. പക്ഷേ കണ്ണൂരിൽ ആ ഉരുക്കുകോട്ടയിൽ BJP 50,000-ത്തിലധികം വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് പറയുമ്പോൾ BJP പറയുന്ന വാദം കൃത്യമായി ശരിവെക്കപ്പെടുകയാണ്. CPMന്റെ തകർച്ചയാണ് ഈ വോട്ട് പാറ്റേണിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ അത് പുറത്ത് അംഗീകരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 10-15 വർഷം എടുത്താൽ പോലും BJP ഞങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് രാഖിരാമാനം പറയുന്ന നേതാക്കൾ. നോക്കൂ, പ്രവർത്തന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? BJP വളരുകയാണ്, അതിനെതിരെ ജാഗ്രത വേണം, അതിനെ തടയാൻ എന്തെങ്കിലുമൊക്കെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കൂ എന്ന് CPM പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ? കണ്ണൂർ ജില്ലയിൽ CPMന്റെ തകർച്ച പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 65,000 വോട്ടിൽ നിന്ന് 1,20,000 വോട്ടിലേക്ക് BJPക്ക് കണ്ണൂരിൽ വളരാൻ സാധിച്ചിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ ബൂത്തായ 162-ാം നമ്പർ ബൂത്ത് RC അബല സ്കൂളിൽ 160-ൽ പരം വോട്ടുകൾക്ക് BJPക്ക് ലഭിച്ചു എന്ന് പറയുമ്പോഴും പാർട്ടി ഗ്രാമമായ പിണറായിയിൽ BJPയുടെ ഒരു കൊടിയോ പതാകയോ ഒരു ഓഫീസോ ഇല്ലാത്ത സാഹചര്യത്തിൽ BJPയിലേക്ക് CPMൽ നിന്നുള്ള ആളുകളടക്കം ഒഴുകിയതിൻ്റെ ഫലമായാണ് പിണറായി വിജയൻ്റെ ബൂത്തിൽ പോലും BJPക്ക് ശക്തമായ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി ഗ്രാമമായ കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളെയും BJPക്ക് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്തൊക്കെ വസ്തുതകളെ ഏതൊക്കെ രീതിയിൽ ലഘൂകരിച്ച് കാണാൻ CPM ശ്രമിച്ചാലും സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ബൂത്തിൽ പോലും BJPക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. മട്ടന്നൂരിൽ 1,50,000 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ ജയിച്ച മട്ടന്നൂരിൽ പോലും BJPക്ക് കടന്നു കയറുവാനും ഏകദേശം 1000-ഓളം ബൂത്തുകളിൽ BJPയുടെ പ്രവർത്തകന്മാർക്ക് ഇരുന്ന് വോട്ട് ചെയ്യുവാനും അതുവഴി BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ BJPക്ക് അനുകൂലമായ ഒരു തരംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൽ മൊത്തം 20%-ലധികം വോട്ടുകൾ BJPക്ക് നേടുമ്പോൾ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി 13%-ലധികം വോട്ടുകൾ BJPക്ക് നേടാൻ സാധിച്ചത് CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നേതൃത്വത്തിനും ഏറെ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് CPMനകത്തുള്ള ചെറുപ്പക്കാരുടെ ഒരു നിര പാർട്ടിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഭൂരിഭാഗം വരുന്ന ചെറുപ്പക്കാർ 21-നും 30-നും വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാർ, നിരവധിയായ ചെറുപ്പക്കാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയ രംഗത്തെ അപജയത്തെ നോക്കിക്കാണുകയും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതൊരു അത്ഭുത പ്രതിഭാസമായ ഒന്നുമല്ല ഞങ്ങളതിനെ കാണുന്നത്. കാലാനുഗതമായി BJPയിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടരുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കും. നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ ഓരോ സമയത്തും ഓരോ പാർട്ടി ഓരോ ഇലക്ഷനിലും വ്യത്യസ്തങ്ങളായ പാറ്റേൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിതപ്പുന്നത് രാഷ്ട്രീയത്തിലെ വിഡിത്തമായാണ് ഞാൻ കാണുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ജയിച്ചു വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇടതുപക്ഷക്കാർ ഇപ്പോഴും പറയുന്നത് പോലെ SDPIയുടെ വോട്ട് നേടി കണ്ണൂരിൽ അവർ ഒരുപാട് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇന്ന് മുഴപ്പലങ്ങാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് SDPIയുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള വസ്തുത മറന്നുകൊണ്ടാണ് SDPIയെക്കുറിച്ച് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം 33,000 വോട്ടുകൾ CPMന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അടികളിൽ നിന്നും BJPക്ക് അനുകൂലമായി ഒരുപാട് വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. 20,000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും 35,000-ലധികം വോട്ടുകൾ CPMന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചപ്പോഴാണ് ഞങ്ങൾ ഏറെ മുന്നോട്ട് പോയത്.
ഈ മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. പാർട്ടി എന്തൊക്കെ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി അനുയായികളും പ്രവർത്തകന്മാരും ചെറുപ്പക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയൊഴിഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് BJPയുടെ വലിയ പ്രതീക്ഷ. ഡോക്ടർ ബി ജയരാജ്, ഇനി പറയൂ, നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ്? കോൺഗ്രസ് ആണോ BJP ആണോ നിങ്ങളുടെ മുഖ്യ ശത്രു? തീർച്ചയായിട്ടും ഫാസിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് മുഖ്യ ശത്രു. ഒരു സെക്കൻഡ്. ഫാസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനം എടുക്കുന്ന പാർട്ടികൾ തന്നെയാണ്. അതിനകത്ത് മുഖ്യ ശത്രുവായിട്ട് വരുന്നത് BJP തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പിന്നെ കോൺഗ്രസിന്റെ ചില കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിലാണ് നേരത്തെ MK ഹരിദാസ് സൂചിപ്പിച്ചത് കണക്കോലെ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ 10-15 വർഷത്തേക്ക് ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് BJP എന്നാണ് നിരന്തരം നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, നേരത്തെ തന്നെ BJPക്ക് ഇവിടെ വോട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. അത്രയും ശാഖാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസിന് വോട്ട് മറിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ BJPക്ക് വിശിഷ്യ. അത് നമ്മൾ രാമപിള്ളച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേ KG മാരാറിന്റെ ആത്മകഥയിലാണെങ്കിലും കോലി ബി സഖ്യത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയമം തെരഞ്ഞെടുപ്പിൽ നടത്തിയ നീക്കുപോക്കുകൾ, ഇപ്പൊ തൃശ്ശൂർ നടത്തിയിട്ടുള്ള നീക്കുപോക്കുകൾ, ഇതെല്ലാം നേരത്തെ പരസ്യമായ രഹസ്യങ്ങളാണല്ലോ. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ BJPക്കാർക്ക് വോട്ട് ചെയ്യട്ടെ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യട്ടെ. ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ BJPക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പൂളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് BJPക്ക് കിട്ടും. അത് തന്നെയാണ് ഇത്തവണ. അങ്ങനെ അണികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അത് സ്വാഗതാർഹം തന്നെയാണ്. അതല്ലാതെ ഈ പറഞ്ഞത് കണക്കോലെ മുഖ്യ ശത്രു CPM ആണ് എന്ന് കണക്ക് കൂട്ടി CPMകാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, ഒരൊറ്റ പച്ചത്തുരുത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ കൂടെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ മുതലാളിത്ത ശക്തികളും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാതെ അവരവരുടെ വോട്ട് വാങ്ങി ജയിക്കാനുള്ള ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ചേരണം. അതല്ലാതെ ഈ പറഞ്ഞ കണക്കോലെ അണ്ടർലൈൻ കറൻസ് പറഞ്ഞിട്ടില്ല. പിന്നെ MK ഹരിദാസ് എങ്ങനെ ആയിത്തീരണം, CPM എങ്ങനെ ആയിത്തീരണം, ഇടതുപക്ഷം എങ്ങനെ ആയിത്തീരണം എന്നൊന്നും പറയാനൊന്നും ആളായിട്ടില്ല. അത് നമ്മൾ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോളും. അതല്ലെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലയിലെ സഹാക്കൾ തീരുമാനിച്ചോളും. അങ്ങനെ ഒരു ചോർച്ച ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച നടക്കും. അതിനകത്ത് പറഞ്ഞതുപോലെ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും. എന്തെല്ലാം തിരുത്തണം അതെല്ലാം വന്നിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി വേദികളിൽ അത് ചർച്ച ചെയ്യും. ആരെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ട്, തിരുത്തേണ്ട വിഷയങ്ങളിൽ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. ഇന്ന് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈ കണ്ണൂർ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക് CPMനെ ആകെ വലിയ പ്രതിരോധത്തിലേക്ക് നയിച്ച സംഭവമാണല്ലോ ADMന്റെ മരണം. അവിടെ PP ദിവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തെല്ലാം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ദിവ്യ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തള്ളിക്കളയുന്നുണ്ട്. ദിവ്യ പറഞ്ഞത് ശരിയായില്ല, വളരെ കൃത്യമായി ദിവ്യ ഒരു തരത്തിലും അങ്ങനെയുള്ള പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. പാർട്ടി സ്വയം വിമർശനാത്മകമായി ഒക്കെ പാർട്ടിക്ക് അകത്ത് പറയുന്നുണ്ട്, പക്ഷേ പുറത്ത് പറഞ്ഞത് എന്തെല്ലാമാണ്? ഇന്ന് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമ്മേളനം. പക്ഷേ ദിവ്യയുടെ കാര്യത്തിൽ എന്താണ് ചെയ്തത്? ദിവ്യയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുണ്ട്. ഇതൊക്കെ അവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് PP ദിവ്യയുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ PP ദിവ്യ അനവസരത്തിലാണ് അവിടെ പോയി യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പാർട്ടിയും അംഗീകരിക്കുന്നുണ്ട്. അനവസരത്തിലായിപ്പോയി വിളിക്കാത്തൊരു സദസ്സിൽ പോയി സംസാരിച്ചു എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണം നടന്നു. പിന്നെ അവർ ഡ്രാക്കുളയാണ്, അവർ പറഞ്ഞതുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു ADM ആണ്. ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ഇടപെടുന്ന ഈ പറഞ്ഞ കണക്കൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ളതേ ഉള്ളൂ.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൈതികമായ അത് മറ്റൊരു കാര്യം. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ദിവ്യയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ പുറത്തു വന്ന് എം വി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ, എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എന്താണ് ദിവ്യയുടെ കാര്യത്തിൽ ചെയ്തത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന അവസാനമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ചർച്ചയുടെ മേലിലാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ പ്രവർത്തന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടാണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഒരു പ്രവർത്തന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കും. അതിനകത്ത് എതിരഭിപ്രായങ്ങളും ഉണ്ടാകും, സിപിഎമ്മിന്റെ സംവിധാനമോ ഒരു തീരുമാനത്തിലെടുക്കും. പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ വേർഡ് അല്ല. സമ്മേളന നടപടികളോ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്ന ഫൈനൽ റിപ്പോർട്ട് അല്ല. അത് ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്ന ഡോക്യുമെന്റ് ആണ്. വളരെ കൃത്യമായി അറിയാം. വേണ്ടി വെക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഞാൻ ഈ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ ജയരാജ്, ഞാൻ ഇരട്ടത്താപ്പാണ് പി പി ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി എടുത്ത ഇരട്ടത്താപ്പാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. ഇരട്ടത്താപ്പില്ല. പ്രവർത്തന റിപ്പോർട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണേ, ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പ്രവർത്തന റിപ്പോർട്ട് വെക്കണ്ടേ? പ്രവർത്തന റിപ്പോർട്ടിൽ എന്ത് വെക്കണമെന്ന് മാധ്യമങ്ങളാണ് അജണ്ട തീരുമാനിക്കുന്നത്. തീരുമാനം സിപിഎം എടുത്ത ഇരട്ടത്താപ്പ് ഈ സമ്മേളനത്തിലും തെളിയുകയാണ്. അവിടെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ തന്നെ പുറത്തു വന്ന സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്താണ് ദിവ്യയെ പരിരക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സെക്കൻഡ്, എം കെ ഹരിദാസ് അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ചർച്ച നടത്തിയിട്ട് അതിനകത്ത് വിമർശനം ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അതിനുശേഷമാണ് തീരുമാനത്തിലെത്തുന്നത്. ആ ചർച്ചയ്ക്ക് മറുപടി പറയും. ആ മറുപടി പറയുന്നതിന് മുന്നേ പ്രവർത്തന റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യാൻ എന്ത് മറുപടിയാണ് വന്നതെന്ന് പോലും അറിയാതെ പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി രേഖയാണെന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ ഈ പരാമർശങ്ങളൊക്കെ ഇടം പിടിക്കുന്നതിന്റെ സാഹചര്യം ഒക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്.